കരൾ ബൈൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം ഏകദേശം 1 ലിറ്ററോളം ബൈലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 1 മണിക്കൂറിൽ അത് 40 മില്ലിയാണ്. 1 മിനിറ്റിൽ അത് ഏകദേശം 3/4 ml ഇതിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും. ഈ തുള്ളികളെല്ലാം പോയി വീഴുന്നത് പിത്തസഞ്ചിയിലാണ്. പിത്തസഞ്ചിയുടെ ആകെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വെറും 60 മില്ലിയേ ഉള്ളൂ. 1 ലിറ്റർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പിത്തസഞ്ചിയുടെ കപ്പാസിറ്റി വെറും 60 മില്ലി മാത്രമേ ഉള്ളൂ. കണക്കങ്ങോട്ട് ശരിയാവുന്നില്ല. ഇവിടെയാണ് പിത്തസഞ്ചിയുടെ ഏറ്റവും വലിയ കർമ്മം നടക്കുന്നത്. പിത്തസഞ്ചിയിലോട്ട് വീഴുന്ന ഓരോ തുള്ളി ബൈലും വളരെ ഡൈലൂട്ടഡ് ആണ്. അത് വീഴുമ്പോൾ തന്നെ ഏകദേശം 90% ജലാംശം അതിൻ്റെ അവിടെ തന്നെ റെഡ്യൂസ് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു, തിരിച്ച് വീണ്ടും രക്തത്തിലോട്ട് കൊടുക്കുന്നു. അങ്ങനെ വീഴുന്ന ബൈലെല്ലാം അവിടെ കിടന്ന് കുറുകി റെഡ്യൂസായി തീക്ഷ്ണമുള്ളതാവുന്നു, കോൺസെൻട്രേറ്റഡ് ആവുന്നു. നമ്മൾ കൊഴുപ്പുള്ള ആഹാരം കഴിക്കുമ്പോൾ അന്നേരമാണ് ഗോൾ ബ്ലാഡറിൽ നിന്നും ഈ പിത്തമെല്ലാം കുടലിൽ എത്തുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബൈലിനെ സ്റ്റോർ ചെയ്യുക, നല്ല രീതിയിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് ആവശ്യാനുസരണം മാത്രം അതിനെ റിലീസ് ചെയ്യുക. ഈ 3 കർമ്മങ്ങളാണ് പിത്തസഞ്ചി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കർമ്മങ്ങൾ നടക്കുകയേയില്ല. കരൾ എന്തായാലും ബൈൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. 1 മിനിറ്റിൽ 3/4 ml വീതം വെച്ച് തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. എന്നാൽ ഇനി അങ്ങോട്ട് ഇതിനെ കളക്ട് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ പിത്തസഞ്ചി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കരളിൽ നിന്നും ഇത് നേരിട്ട് കുടലിലോട്ടാണ് വീഴുന്നത്. ഈ വീഴുന്ന ബൈലിൻ്റെ തുള്ളികൾ വളരെ ഡൈല്യൂട്ടാണ്. തന്നെയുമല്ല, നേരത്തെ കൊഴുപ്പുള്ള ആഹാരം കഴിക്കണമായിരുന്നു പിത്തം റിലീസ് ചെയ്യാൻ. എന്നാൽ ഇനി അങ്ങനെയല്ല. നമ്മൾ കൊഴുപ്പുള്ള ആഹാരം കഴിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇത് കുടലിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ് പലർക്കും പിത്തസഞ്ചി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പലരിലും കണ്ടുവരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് വയറിളക്കം, വയറുവേദന, വയറ് സ്തംഭനം, ദഹനക്കുറവ്, അമിതമായ കീഴ്വായു പോവുക, കൊഴുപ്പുള്ള ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക മുതലായ കാര്യങ്ങളാണ്. എന്നാൽ മാസങ്ങൾ കഴിയുമ്പോഴേക്കും ബോഡി നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യുന്നു. ഏറ്റവും വലിയ അഡാപ്റ്റേഷൻ ശരീരത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത് കോമൺ ബൈൽ ഡക്റ്റിലാണ്. നേരത്തെ കോമൺ ബൈൽ ഡക്റ്റ് വെറും 5 mm ഡയമീറ്റർ മാത്രമുള്ളൊരു ട്യൂബായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അത് പതുക്കെ വലിഞ്ഞ് ഒരു ഏകദേശം 8 മുതൽ 10 mm വരെയുള്ള ഒരു വലിഞ്ഞ ഒരു സാക്ക് പോലെയാകുന്നു. എന്തായാലും ഗോൾ ബ്ലാഡർ പോലെ ആവില്ലെങ്കിലും ഒരു താൽക്കാലിക സ്റ്റോറേജ് സ്പേസ് പോലെ അത് അഡാപ്റ്റ് ചെയ്യുന്നു. ദഹന പ്രക്രിയയിലും ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. പ്രായമായവരെ അപേക്ഷിച്ച് ചെറുപ്പക്കാരിലാണ് നല്ല രീതിയിൽ ബോഡി അഡാപ്റ്റ് ചെയ്യുന്നത്. സോ ഫൈനലി ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തു എന്ന് വിചാരിച്ച് കൊഴുപ്പ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല. അമിതമാവാതെ നോക്കിയാൽ മതിയാവും. ശരീരഭാരം കൂടാതെ നോക്കുക, നിത്യം വ്യായാമം ചെയ്യുക, മദ്യം പൂർണ്ണമായും ഒഴിവാക്കുക, ദഹനത്തെ ബാധിക്കുന്ന എല്ലാ ഭക്ഷ്യസാധനങ്ങളും ഒഴിവാക്കുന്നത് വഴി നല്ലൊരു ലൈഫ് ജീവിക്കാനായിട്ട് സാധിക്കും. ഒരു അവയവം പോയാൽ പോലും ശരീരം ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടി എന്നും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.